എന്താ പരിപാടി? എല്ലാവരും സെറ്റല്ലേ? ഞങ്ങൾ ഇന്നുള്ള ബാംഗ്ലൂരിലെ മാഗ്നോളിയ ബേക്കറിയിലാണ്. ഇവിടെ ഞങ്ങൾ വരുമ്പോൾ നല്ല ക്യൂ ആയിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് സാധനം കിട്ടുമെന്ന് തന്നെ ഡൗട്ടായിരുന്നേ. അവിടെ വന്നിട്ട് എന്ത് ഓർഡർ ചെയ്യുന്നതായി പോയിട്ട് എല്ലാം കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ChatGPTയും ഇൻസ്റ്റാഗ്രാം റിവ്യൂ ഒക്കെ നോക്കിയിട്ടാണ് പോയിണ്ടായിരുന്നേ. അപ്പോൾ എല്ലാവരും പറഞ്ഞത് അവിടുത്തെ ക്ലാസിക് ട്രെസ്ലെച്ചസും ബനാന പുഡിങ്ങുമാണ് ഏറ്റവും അടിപൊളിയെന്ന് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കാതെ അത് രണ്ടും മാത്രം ഓർഡർ ചെയ്തു. ഞാൻ ക്യൂ നിന്ന് ജോ ഓടിപ്പോയി സീറ്റ് പിടിച്ചില്ലെങ്കിൽ സീറ്റ് കിട്ടില്ലായിരുന്നു. ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത ബനാന പുഡിങ്ങും ട്രെസ്ലെച്ചസ് കേക്കും. ബനാന പുഡിങ് കാണാൻ വലിയ ലുക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതോടെ എൻ്റെ പ്രതീക്ഷ കുറച്ച് പോയായിരുന്നു. ആദ്യം ഞങ്ങൾ അതുകൊണ്ട് കഴിച്ചത് ട്രെസ്ലെച്ചസ് ആയിരുന്നു കേട്ടോ. ഇത് വായിൽ വെക്കുമ്പോൾ ഉണ്ടല്ലോ അങ്ങ് അലിഞ്ഞു പോവും, അത്രയും ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇത് ശരിക്കൊരു പാൽക്കട്ടി കഴിക്കണ പോലെ ഉണ്ടായിരുന്നു. നിർത്താനേ തോന്നില്ല കേട്ടോ, കഴിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ നമ്മൾ കഴിച്ച ബനാന പുഡിങ് ആയിരുന്നു കേട്ടോ. പക്ഷെ കാണാൻ ലുക്കില്ല എന്നുള്ളൂ, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല ബനാനയുടെ ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് എന്തായാലും ഇഷ്ടപ്പെടും. ഞങ്ങൾ ചെറിയ സൈസായിട്ട് ഓർഡർ ചെയ്തത്, ഇല്ലയെന്നാണെങ്കിൽ കഴിച്ച് തീർക്കാൻ പറ്റില്ലായിരുന്നു, അത്രയും ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലേക്കായിരുന്നു. ഞങ്ങൾ ഓട്ടോയ്ക്കാട്ടോ പോയത്. ബാംഗ്ലൂർ വന്നിട്ട് ഞങ്ങൾ മിക്കതും ഓട്ടോയിൽ തന്നെ പോയ കാര്യം ഇവിടെ വണ്ടി എടുക്കൽ ഭയങ്കര പാടാണ്, അത്രയ്ക്കും ട്രാഫിക്കാണ്. ഞങ്ങൾ ഓട്ടോ ചേട്ടൻ കൊണ്ടിറക്കിയത് പോഷ് ഏരിയയിലായിരുന്നു കേട്ടോ. അവിടെയാണെങ്കിൽ എല്ലാത്തിനും ഒടുക്കത്തെ വിലയായിരുന്നു. ഈ പൂച്ചക്കുട്ടികളെ ഞങ്ങൾ അവിടെ കണ്ടാട്ടോ. ശരിക്കും ഒറിജിനൽ പോലെയുണ്ട്, നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പക്ഷെ നല്ല വിലയുണ്ട്, വാങ്ങിച്ചില്ല. നമ്മുടെ ബ്രോഡ്വേയുടെയൊക്കെ ഒരു ബഡാ വേർഷനാണ് ഈ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ്. കുറേ നടക്കാനുണ്ട്. ഞങ്ങളൊരു 1.5-2 കിലോമീറ്ററോളം നടന്നിട്ടുണ്ട്, എന്നിട്ടും എങ്ങും എത്തിയില്ല. കുറേ നടന്നിട്ടാണ് ഞങ്ങൾ കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള കടകളിലേക്ക് എത്തിയത്. നമ്മൾ ഉള്ളിലേക്ക് നടന്നു പോയാലേ നമുക്ക് അഫോർഡബിൾ കടകൾ കിട്ടുള്ളൂ കേട്ടോ. അവിടെ നിന്ന് ഞങ്ങൾക്ക് കുറച്ച് ഡ്രസ്സൊക്കെ കിട്ടി. അത് ഞങ്ങൾ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.